ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു CSATന്റെ സ്ട്രാറ്റജിയാണ് നോക്കാൻ പോകുന്നത്. 2026ലേക്ക് വേണ്ടിയിട്ടുള്ള CSATന്റെ സ്ട്രാറ്റജിയാണ് നോക്കാൻ പോകുന്നത്. വെറും സ്ട്രാറ്റജി അല്ല, അതായത് എന്നെക്കൊണ്ട് മാത്സ് പറ്റില്ല, എനിക്ക് CSAT ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന കുറെ ആസ്പിറൻസ് അല്ലേ, അവർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ് ഈ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്താണ് CSAT? അതായത് നമുക്ക് പ്രിലിംസിൽ രണ്ട് പേപ്പർ ആണുള്ളത്, GS പേപ്പർ 1 ആൻഡ് GS പേപ്പർ 2. GS പേപ്പർ 1 ഏതാണ്? നമ്മുടെ കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി അങ്ങനെയുള്ള സബ്ജക്ട്സ് വരുന്നതാണ് GS പേപ്പർ 1. GS പേപ്പർ 2 ആണ് CSAT. CSAT എന്താണ്? ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. അതായത് 33% മാർക്ക് മേടിച്ചാൽ എന്താവും? നമ്മൾ CSATന് ക്വാളിഫൈ ആവും. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ് CSATിലുള്ളത്. അതിൽ 200 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് ടൈം എത്രയാണുള്ളത്? 2 മണിക്കൂറാണ് ടൈം ഉള്ളത്. ഇതില് 200ല് 66 മാർക്ക് മേടിച്ചാൽ എന്താവും? നമ്മൾ CSATന് ക്വാളിഫൈ ആവും. എന്തൊക്കെയാണ് നമുക്ക് CSATിൽ കവർ ചെയ്യുന്നതെന്ന് നോക്കാം. കോംപ്രഹെൻഷൻ ഉണ്ട്, റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് CSATിൽ വരുന്നത്. ഏതൊക്കെയാണ്? റീഡിംഗ് കോംപ്രഹെൻഷൻ, ലോജിക്കൽ റീസണിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ എന്താണ് CSAT? CSAT എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസിലെ പേപ്പർ 2 ആണ്. അതൊരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. 33% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CSAT ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് 200ല് 66 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് CSAT ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്? 80 ക്വസ്റ്റ്യൻസ് ആണ് ആകെ CSAT പേപ്പറിൽ ഉള്ളത്. ഇനി വൈ CSAT ഈസ് ഡേഞ്ചറസ് ഈവൻ ഇഫ് ഇറ്റ്സ് ക്വാളിഫൈങ്. അതായത് നമ്മൾ പറഞ്ഞു CSAT എന്താണ്? ഒരു ക്വാളിഫയിങ് നേച്ചറുള്ള പേപ്പറാന്ന് പറഞ്ഞു. എന്നാലും ഇത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? CSATനെ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ട് മാത്രം തന്നെ എന്താണ്? ഒത്തിരി ആളുകൾ ഫെയിൽ ആവുന്നുണ്ട്. CSAT അൺപ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ വർഷം കൂടുന്തോറും എന്താണ്? ഭയങ്കര ടഫായിട്ട് വരുവാണ് CSATന്റെ പേപ്പർ. നമ്മൾ GSല് എത്ര മാർക്ക് മേടിച്ചിട്ടും കാര്യമില്ല CSATല് ഫെയിൽ ആയിട്ട്. അതായത് CSATല് ഫെയിൽ ആയി, പക്ഷെ GSൽ എനിക്ക് നല്ല സ്കോർ ഉണ്ട്, വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് CSAT എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. നമുക്കറിയാം ഇതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള പേപ്പർ ആണ്, പക്ഷെ ഒത്തിരി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? CSAT ക്ലിയർ ചെയ്യുന്നില്ല. അപ്പൊ ഈ 2026ലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എന്നാണോ പ്രിലിംസിന്റെ GS പേപ്പറിന്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്ന് തന്നെ എന്താണ്? CSAT പ്രാക്ടീസ് ചെയ്ത് പോവുക. അതായത് എല്ലാ ദിവസവും തന്നെ എന്ത് ചെയ്യുക? CSAT പ്രാക്ടീസ് ചെയ്യുക. ഇനി കോമൺ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇപ്പം മാത്സിൽ വീക്ക് ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? കൺഫ്യൂഷൻ ആയിരിക്കും. ഫോർമുലാസിലൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കാൽക്കുലേഷൻ സ്പീഡ് കുറവുള്ള ആൾക്കാരുണ്ടായിരിക്കും. പുവർ അക്യുറസി ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത്? കോമൺ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. പക്ഷെ എന്താണ് ട്രൂത്ത് എന്ന് പറയുന്നത്? അതായത് നമുക്ക് എല്ലാ മാത്സ് പ്രോബ്ലംസ് ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് 66 മാർക്ക് മതി. അതായത് 33% മാർക്ക് മതി എന്ത് ചെയ്യാനായിട്ട്? ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. ഒരു 20 തൊട്ട് 27, 28 ക്വസ്റ്റ്യൻസ്, 20 തൊട്ടെന്നല്ല, 27, 28 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുവാണെങ്കിൽ എന്താണ്? CSAT ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. നെഗറ്റീവ് മാർക്ക് വരരുത്. ഒരു 27, 28 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ എന്താണ്? കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് UPSC CSAT പേപ്പർ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇതിലെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഏകദേശം എത്രയാന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഒരു 25 തൊട്ട് 30 ക്വസ്റ്റ്യൻസ് വരും. 2024 27 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2025ലും ഏകദേശം അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നോക്ക്, നമ്മൾ പറഞ്ഞു 27 അല്ലെങ്കിൽ 28 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി എന്ത് ചെയ്യാനായിട്ട്? UPSC CSAT ക്ലിയർ ചെയ്യാനായിട്ട്. കോംപ്രഹെൻഷൻ പോർഷനിൽ തന്നെ എന്തുണ്ട്? ഒരു 25 തൊട്ട് 30 ക്വസ്റ്റ്യൻസ് വരെ വരും എന്ന് വെച്ചു. ഒരു 25 വന്നാൽ പോലും ആ 25 ക്വസ്റ്റ്യൻസ് എവിടെയാണ്? കോംപ്രഹെൻഷനിലുണ്ട്. അതുപോലെ തന്നെ ലോജിക്കൽ റീസണിംഗിൽ എന്തുണ്ട്? 15 തൊട്ട് 20 ക്വസ്റ്റ്യൻസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ബേസിക് ന്യൂമറസിയിൽ ഒരു 20 തൊട്ട് 25 ക്വസ്റ്റ്യൻസ് വരെ. അതാണ് ഈ ഏറ്റവും മാത്സ് പാടുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഈ ബേസിക് ന്യൂമറസി എന്നുള്ള പോർഷൻ വിടുക. പകരം എന്തിൽ ഫോക്കസ് ചെയ്യുക? റീഡിംഗ് കോംപ്രഹെൻഷനിലും ലോജിക്കൽ റീസണിങ്ങിലും എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. അപ്പൊ തന്നെ മനസ്സിലാവും നമുക്ക് ഈ റീഡിംഗ് കോംപ്രഹെൻഷനും ലോജിക്കൽ റീസണിങ്ങും നല്ല രീതിക്ക് പഠിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? CSAT ഈ മാത്സിന്റെ ആ ഒരു പോർഷൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട്
പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഓക്കെ കോംപ്രഹെൻഷനും ലോജിക്കൽ റീസണിംഗ് പഠിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഒരു അവസാനത്തെ ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യുക, ഇത് പഠിച്ചു തീർക്കുക എന്ന് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ഇത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പകരം എന്ത് ചെയ്യുക, കോംപ്രഹെൻഷന്റെ ഒരു പാസേജ് ഒക്കെ ഡെയിലി എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 25 ഒരു 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ലോജിക്കൽ റീസണിംഗ് ഒരു 10-15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്യുക. അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തെറ്റ് കൂടാണ്ട് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് CSAT ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവിടേക്ക് മാത്സിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഞാൻ എന്താ പറയാ, മാത്സ് ഒരിക്കലും പഠിക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് എളുപ്പമായിട്ടുള്ള കുറെ പോർഷൻസ് ഉണ്ട് മാത്സിൽ. അതും എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഇനിയിപ്പം മാത്സ് ഒട്ടും പറ്റില്ല എന്നുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി, ഈ റീഡിംഗ് കോംപ്രഹെൻഷനും ലോജിക്കൽ റീസണിങ്ങും പഠിച്ചാൽ മതി. ഓക്കെ, ഇനി എന്താ പഠിക്കേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. റീഡിംഗ് കോംപ്രഹെൻഷൻ നോക്കണം, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? സിലോജിസം, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ സെൻസ്, സീറ്റ് അറേഞ്ച്മെന്റ്, കോഡിംഗ് ഡിക്കോഡിംഗ്, കലണ്ടർ, ക്ലോക്ക്, വെൻ ഡയഗ്രാം, ഗ്രാഫ് ചാർട്ട്സ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഡേറ്റ സഫിഷ്യൻസി. ഇതൊക്കെയാണ് എന്ത് വരുന്നത്, നമ്മുടെ റീസണിങ്ങിൽ വരുന്ന പോർഷൻസ്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടിലും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. മാത്സ് തീരെ പറ്റില്ല എന്നുള്ളവർ എന്ത് ചെയ്യുക, ഈ റീഡിംഗ് കോംപ്രഹെൻഷനിലും റീസണിങ് ടോപ്പിക്സിലും ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഇനിയിപ്പോ മാത്സിലാണെങ്കിലും കുറച്ച് നല്ല എളുപ്പമുള്ള ടോപ്പിക്സ് ഉണ്ട്. ഒത്തിരി എളുപ്പം എന്നല്ല, എന്നാലും എന്താണ്, അത്യാവശ്യം നമുക്ക് പഠിച്ചാൽ മറന്നു പോവില്ല എന്ന് തോന്നുന്ന ടോപ്പിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജസ്, ടൈം ആൻഡ് വർക്ക്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതൊക്കെയാണ് എന്ത്, മാത്സിലെ ഈസി ആയിട്ട് വരുന്ന ടോപ്പിക്സ്. സോ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് വെക്കുക. 1-2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ്, അത് നല്ല കാര്യമല്ലേ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. ഏതൊക്കെയാണെന്ന് ടോപ്പിക് ഒന്നുകൂടി നോക്കാം. പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജ്, ടൈം ആൻഡ് വർക്ക്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ പ്രാക്ടീസ് ചെയ്യാനുള്ള റിസോഴ്സ് പറഞ്ഞുതരാം. എന്താണ്, UPSC PYQs ആണ് CSAT പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. CSATന്റെ PYQs എടുക്കുക. ഒരു 2011 തൊട്ട് 2025 വരെയുള്ള UPSC CSATന്റെ PYQs എടുക്കുക. അതെന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ CSATന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേണമെന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. CSATന്റെ മാത്രമല്ല, കംപ്ലീറ്റ് UPSC CSCയുടെ നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഇനി കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം നോൺ മാത്സ് സ്റ്റുഡൻസിനുള്ള. നമ്മൾ പറഞ്ഞാണ്, നോടി പറഞ്ഞുതരാം. എന്ത് ചെയ്യണം, അതായത് ടോപ്പിക് എല്ലാം പെട്ടെന്ന് കവർ ചെയ്ത് പോവുക. അതിൽ ശ്രദ്ധിക്കാണ്ട് എന്ത് ചെയ്യുക, അക്യുറസിയിൽ ശ്രദ്ധിക്കുക. അതായത് കൃത്യതയോടെ എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകുന്നതിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഒത്തിരി എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. എലിമിനേഷൻ മെത്തേഡ് പഠിച്ചു വെക്കുക. എക്സാമിന് പോകുന്നതിന് GS പേപ്പർ 1-ലാണെങ്കിലും GS പേപ്പർ 2-ലാണെങ്കിലും എലിമിനേഷൻ മെത്തേഡ് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അതായത് ഇപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷന്റെ കേസിൽ എക്സ്ട്രീം വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പാസേജ് ഓപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. എലിമിനേഷൻ മെത്തേഡിന്റെ വീഡിയോ ഒരെണ്ണം ചെയ്യുക. അതെന്ത് ചെയ്യുക, അത് പഠിച്ചിട്ട് തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കുകളും പഠിക്കുക. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അതിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ച് പോവുക. പിന്നെ കോൺഫിഡന്റ് അല്ലാത്ത, അതായത് എനിക്ക് അറിയില്ല എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യരുത്, അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുത്. PYQs പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എന്ത് ചെയ്യുക, മാത്സ് അല്ലെങ്കിൽ മാത്സും പോട്ടെ, ഡെയിലി CSAT പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒന്നുകൂടി ഓർത്ത് വെക്കുക. അതായത് സ്പീഡിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അക്യുറസിയിലാണ്. അതുപോലെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. കോൺഫിഡന്റ് അല്ലാത്ത ഒരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യരുത്, അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുത്. അതുപോലെ തന്നെ PYQs പ്രാക്ടീസ് ചെയ്യുക. പിന്നെന്താണ്, ഡെയിലി CSAT പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണ്, അതായത് മാത്സ് അറിയില്ല എന്നൊരു റീസൺ കൊണ്ട് മാത്രം എന്താവില്ല, CSAT നമ്മൾ പാസ്സാവാതിരിക്കത്തില്ല. CSAT പാസ്സാവണമെന്നുണ്ടെങ്കിൽ കോംപ്രഹെൻഷനും റീസണിങ്ങും നല്ല രീതിക്ക് പഠിച്ചാലും മതിയാവും. ഓക്കെ, അത് ലാസ്റ്റ് വന്നിട്ട് പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യാം എന്ന് വെച്ചിട്ടിരിക്കരുത്. ഡെയിലി നമ്മൾ എപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് തൊട്ടേ എന്ത് ചെയ്യുക, CSAT നമ്മുടെ കോംപ്രഹെൻഷനും അതുപോലെ തന്നെ റീസണിങ്ങും പഠിച്ചു പോവുക. മാത്സിൽ ഏതെങ്കിലും ഓക്കെ അറിയാം കുഴപ്പമില്ലാന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഓക്കെ, അല്ലെ മാത്സ് അറിയാവുന്നവർക്ക് മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല CSAT. ഓക്കെ, എല്ലാവർക്കും CSAT ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്താണ്, ഒരു കറക്റ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട്
പഠിച്ചു വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പൊ സിസാറ്റിന്റെ ആയിക്കോട്ടെ, അതുപോലെ GS പേപ്പറിന്റെ ആയിക്കോട്ടെ, നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. താങ്ക് യു.